എൻ്റെ മോക്കളെ ഉടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ചുരിദാർ ഞാൻ തയ്ച്ചിട്ടേ, ഞാനിട്ടതിൻ്റെ ബാക്കിയാണ്. ഇതൊരു സാരിയാണ്, മറ്റൊരു സാരിയാണ്, 18 വർഷമായ സാരിയാണ്. ആ സാരി ഞാൻ ഇത് നമുക്ക് തയ്ച്ച് ഇതിൻ്റെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കാം. ഇതിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് ചെറിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വെട്ടി പറയാം. അതിങ്ങനെ നമ്മൾ മടക്കുവാണേ. മടക്കിയിട്ട് ഇതിന് അവർക്ക് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഒന്നുമില്ല, അത് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. ഇത് ഇനിയും ഒന്നും കൂടെ നമ്മൾ ഇങ്ങോട്ട് മടക്കണേ. അപ്പം ശ്രദ്ധിച്ച് ഇടണം. ഇങ്ങനെ ഇടുന്ന തുണിയാണ്, കുറച്ച് ശ്രദ്ധിച്ച് ഇടണം. എന്നിട്ട് എല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അകത്തെ പീസ് നമുക്ക് കാണണം കേട്ടോ. ഈ പീസ് കണ്ടു കഴിഞ്ഞിട്ട് ഇത് അളവുണ്ടോ, 10 ഇഞ്ചിൻ്റെ ഇതൊക്കെ കയ്യിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മടക്കുവാണ്. ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഈ ഇതൊന്നും നമുക്ക് വേണ്ട, ചെറിയുള്ള ഭാഗമെല്ലാം നമുക്ക് കളയണം. ഇവിടെ ഇത്രയും ഭാഗം ചോക്ക് എടുക്കട്ടെ. ഇതിനെ വരയ്ക്കുകയാണേ. നമുക്ക് അടുക്കായിട്ടുള്ള ഭാഗം അതുകൊണ്ട് കളയുക. പിന്നെ ഇതിൻ്റെ ഇറക്കം നമുക്ക് തന്നിരിക്കുന്നത് 40 ഇഞ്ച് ഇറക്കമാണ് തന്നിരിക്കുന്നത്. പിന്നെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത് 14 ഇഞ്ച്, വണ്ണം 36 ഇഞ്ച്, ഇടവണ്ണം 30 ഇഞ്ച്. ഒന്നും മനസ്സിലാക്കി കാണുകയല്ലേ, അങ്ങനെ പറയാം. ഈ 36 ഇഞ്ച് വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ കഷത്തിൽ നിന്നുള്ള വണ്ണമാണ് 36 ഇഞ്ച്. ആ 36 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടിയിട്ടാണ് തയ്ക്കുന്നത്. അപ്പം 36ൻ്റെ കൂടെ 4 കൂട്ടി കഴിയുമ്പോൾ 10 ഇഞ്ച്. ഇതിൻ്റെ കണക്കൊന്നും അറിയത്തില്ല, എന്നാലും ഓർത്ത് പറയാം. 40 ഇഞ്ച്. 40ൻ്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. ആ 10 ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടിയിരിക്കുന്നത്. ആ 10 ഇഞ്ച് പിന്നെ അടയാളപ്പെടുത്തുന്നത്. ഇത് 10 ഇഞ്ച്. ഇങ്ങനെ കുറച്ച് ഒരു 10 ഇഞ്ച് കുറച്ച് ഭാഗം വരെ ഇങ്ങനെ ഒരേ ലെവലിൽ നിന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ കൊടുക്കണേ. കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്കെയിലൊക്കെ വെച്ച് ഇങ്ങനെ വരയ്ക്കണം. എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കണം. ചില ആൾക്കാർ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വരയ്ക്കും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ജോലി നല്ല നീറ്റായിട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പോർഷൻ്റെ അളവെന്ന് പറയുന്നത് 14 ഇഞ്ചാണല്ലോ കിട്ടിയത്. അപ്പോൾ ആ 14ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മേളിൽ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പോൾ 1/2 ഇഞ്ച് പോകത്തില്ല, എങ്കിലും നമ്മൾ 1 ഇഞ്ച് ലൂസിട്ട് നമ്മൾ എപ്പോഴും തയ്യൽത്തുമ്പിട്ട് നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് 1 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നോക്കും കേട്ടോ, തയ്ക്കാൻ നേരം ഒന്ന് നോക്കി 14 കറക്റ്റ് കിട്ടുന്നുണ്ടോ, കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ചായച്ചൊക്കെ ഒന്ന് വെട്ടിക്കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ 14 ഇത് 14 1 ഇങ്ങനെ. ഇത് വണ്ണം 10 ഇഞ്ച്, 15 ഇഞ്ച് ഇറക്കം ഫുള്ള് കൊടുത്തിട്ടുണ്ട്. 14 മതി. തയ്ച്ച് വരുമ്പം ഇത് 1 ഇഞ്ച് കൂടുതൽ കിട്ടണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് ശകലം പാടുള്ള പരിപാടിയാണ് തയ്യലെന്ന് പറയുന്നത്. അത് കണക്കും ഭയങ്കര പാടാണ്. ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. ഒന്നും മനസ്സിലാകത്തില്ല, എന്നാലും കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ. ഞാൻ പറഞ്ഞു തരാതെ ഞാൻ കുഴപ്പവും. അപ്പം ഇത് നമ്മൾ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് നമുക്ക് 13 ഇഞ്ചാണ് കിട്ടിയത്. 13ൻ്റെ നേരെ പകുതി എന്ന് പറയുന്നത് 6.5 ഇഞ്ച്. ഞാൻ പറഞ്ഞ കണക്ക് ശകലം പാടും, അതിലോട്ട് വരത്തില്ല, പഴയ പോലെ ഒന്നും കണക്ക് വരുന്നില്ല. അപ്പം കൈക്കുഴി നമുക്ക് 15 ഇഞ്ച്, ഒരു 6.5-15 ഇഞ്ച് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടണം, അനുസരിച്ച് കൂടുതലുണ്ട് കേട്ടോ. ഒരു 1/2 ഇഞ്ച് പുറത്തേക്കാതെ അപ്പോൾ കറക്റ്റ് 15 ഇഞ്ച് കിട്ടും. ഒരു ഷോൾഡറും കഴിഞ്ഞിട്ട് 15 ഇഞ്ച് കിട്ടി. പിന്നെ നമ്മുടെ യോക്കിൻ്റെ ഇടവണ്ണം എന്ന് പറയുന്നത് 30 ഇഞ്ച്. ആ 30ൻ്റെ കൂടെ 4 ഇഞ്ച് നമ്മൾ കൂട്ടണം. 4 ഇഞ്ച് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 34 കിട്ടും. 34ൻ്റെ 4 എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. ആ 8.5 ഇഞ്ച് നമ്മൾ താഴെ വെച്ചിട്ട് അടയാളപ്പെടുത്തണം. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ തയ്ക്കാൻ. വീട്ടിലിരിക്കുന്നവർക്കൊക്കെ തയ്ച്ച് നോക്കാനും തയ്ച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, എളുപ്പമാണ്. തയ്യൽ ഏകദേശം ഒരു ശകലമൊക്കെ അറിയാവുന്നവർക്ക് ഇത് സുഖമായിട്ട് എൻ്റെ കട്ടിങ് ശകലം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം തയ്ച്ചിടാൻ കൊടുക്കാൻ പറ്റും. നമ്മളിതൊക്കെ പ്രാർത്ഥി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ ഇറക്കി ഇടാത്ത ഇങ്ങനെ. പിന്നെ ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് ചായച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും. ശകലം ഇങ്ങനെ ഒന്ന് ചായച്ച്, ഉടുപ്പായതുകൊണ്ട് ശകലം ഇങ്ങനെ ഒന്ന് ചായച്ച് നിൽക്കുന്നത്. ഇങ്ങനെ കട്ടിങ് ചെയ്യും. ഇപ്പോൾ കട്ട് ചെയ്യുന്ന കാണിക്കാം. ഇങ്ങനെ ശരി ഇങ്ങനെ നിന്ന് പന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം. അവൾ സ്ലീവ്ലെസ് ഒക്കെയാണ് അവൾ ഇടുന്നത്. പിന്നെ കൈ വേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൈ വേണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഇത് തന്നെ കൈക്കുരു മതി. അതിൽ
പൈപ്പിങ്ങൊക്കെ വെച്ച് അടിച്ചാൽ മതി. ബാക്കി കൈയുടെ പരിപാടി ഇല്ല, കൈകളില്ല. പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് അമ്മയ്ക്കും മകൾക്കും തന്നെയുള്ള തയ്യക്കടയാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ കസ്റ്റമർ തുണി ഒന്ന് കാണിച്ചു കൊടുത്തേ ജാസ്മിനെ, ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഇത് തയ്യക്കാരുടെ തുണി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. ഇവിടെ തുണിയൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ തുണിയൊക്കെ വന്നിരിപ്പുണ്ട്. നമുക്ക് ഇതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് വെട്ടി കാണിക്കുക, ഒന്ന് തയ്ച്ച് കാണിക്കുക. എൻ്റെ പുറകെ എൻ്റെ ചെറുതൊക്കെ വരും കാണിക്കുക ഓരോന്നോരോന്ന്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ബോഡിക്കകത്ത് ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ടും പിടിപ്പിച്ച് അത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അതിൻ്റെ പാവാട പിടിപ്പിക്കുന്നത് പാവാടയുടെ ഇത് കാണിക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് ഞാനൊരു ഫോട്ടോയും കൂടെ ഞാൻ കാണിക്കാം. ഞാൻ തയ്ക്കാൻ പോകുന്ന ഉടുപ്പിൻ്റെ ഫോട്ടോയും കൂടെ കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഇതിൻ്റെ ബാലൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കൂടെ കാണണം കേട്ടോ.